അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ശുദ്ധമായ മഴവെള്ളം ശേഖരിച്ചു വെച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ആ വെള്ളത്തിലൂടെ മന്ത്രിച്ച് നമുക്ക് ശമനം കണ്ടെത്താൻ കഴിയും. ആ വെള്ളം മന്ത്രിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയാൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അവരുടെ പഠനത്തിലുള്ള എല്ലാ കഴിവുകളും പുരോഗതിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇൻഷാ അള്ളാഹ്. ഏതൊക്കെ സൂറത്തുകളാണ് മന്ത്രിക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ പൂർണ്ണമായും കേൾക്കുക, മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട ഇമാം നാസിലി റളിയല്ലാഹു അൻഹു ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നത് കാണാം. ശുദ്ധമായ മഴവെള്ളം ശേഖരിക്കുക. ആ മഴവെള്ളത്തിലേക്ക് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. 50 തവണയാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ടത്. 50 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ആ മഴവെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നാം മന്ത്രിക്കുക. എല്ലാ ദിവസവും 50 തവണ ഓതി മന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മാത്രം മന്ത്രിച്ചാൽ മതി. രാത്രിയിലോ പകലിലോ നല്ല സമയം, നല്ല ദിവസം കണ്ടെത്തി നാം മന്ത്രിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മന്ത്രിച്ച വെള്ളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതിരാവിലെ കുട്ടികൾക്ക് കൊടുക്കുക. ഇങ്ങനെ 41 ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആ വെള്ളം കുടിപ്പിച്ചാൽ അവരുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും അതിലൂടെ അവരുടെ പഠനത്തിനുള്ളതായിരിക്കുന്ന കഴിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം പറയാം. നല്ല ശുദ്ധമായ മഴവെള്ളമെടുത്ത് അതിലേക്ക് മന്ത്രിച്ചാൽ സകല രോഗത്തിനും ശമനം ലഭിക്കുന്ന ഒരു അത്ഭുത മരുന്ന് മഴവെള്ളത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മഴവെള്ളം നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നല്ല വൃത്തിയിൽ വേണം ശേഖരിക്കാൻ. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണ്. ഇനി നാം മന്ത്രിക്കേണ്ട സൂറത്ത് പറയാം. വിശുദ്ധ ഖുർആനിലെ 28ാമത്തെ സൂറത്ത് സൂറത്തുൽ ഖസസ്. 88 ആയത്തുകൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖസസ്. ആ സൂറത്തുൽ ഖസസ് ഒരു തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. പ്രത്യേകിച്ച് നെഞ്ചുവേദന, വയറുവേദന എല്ലാം അത് കുടിക്കുന്നതിലൂടെ നമുക്ക് ശിഫയായി കിട്ടും. എല്ലാവരും ഓതുക, മഴവെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അള്ളാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.